ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പുറത്താക്കണത് ആരെന്നെയാ? മനുഷ്യനെ പ്രാന്താക്കാനായിട്ട്. രാഹുൽ ഇങ്ങനെ പോയാൽ ഒരസ്ത്രം പ്രയോഗിക്കാനുള്ള പരിപാടിയാണ് കോൺഗ്രസ്. ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി. ഒളിവിലാണെങ്കിലും കോൺഗ്രസിൽ രാഹുലിനെ സഹായിക്കാൻ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികം. രാഹുലിനെതിരെ കോൺഗ്രസിൽ തന്നെ 100 പരാതികൾ കവിഞ്ഞിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാത്ത, കടുത്ത നടപടിയെടുക്കാത്ത കോൺഗ്രസ് ആണ് കോൺഗ്രസ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ശരിയാണ്. സ്ത്രീ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ കണ്ണടച്ചൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താറില്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഇവന്റെ സകല ചരിത്രവും എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഭീഷണിയൊന്നും വേണ്ട. ഇത്രയും വലിയ പീഡന പരാതികൾ പുറത്തു വന്നപ്പോ തലയിൽ മുണ്ടിട്ട് മുങ്ങിയ KC വേണുഗോപാലും ഷാഫി പറമ്പിലും ഹൈബീഡനുമാണ് എന്റെ ഹീറോസ്. എന്തുട്ടായാലും ഈ നാട്ടിലെ സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്താണ്. നമ്മൾ തന്നെ നോക്കിക്കോണം.